മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. മുനമ്പം വിഷയത്തിൽ മുന്നിട്ടിറങ്ങി സർക്കാർ. ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചതിന് പിന്നാലെ നിർണായക കൂടിക്കാഴ്ചയുമായി കെ.വി. തോമസ്. കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലുമായി കെ.വി. തോമസ് ചർച്ച നടത്തി. ഞങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. പ്രത്യേകമായിട്ട് ഞാൻ സാറിനോട് പറഞ്ഞത് ആ മുനമ്പം ഇഷ്യൂ സാറൊക്കെ ഇടപെട്ട് വേഗം തന്നെ തീർത്തു കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി, അതായത് രാമേന്ദ്രൻ നായരുടെ ആ കമ്മീഷൻ ഉണ്ടല്ലോ, ആ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ച് കഴിയുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ അറിയുന്നത്. എങ്ങനെയെങ്കിലും സെറ്റിലാക്കണമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹം. അത് മുഖ്യമന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. 610 കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന മാറ്റിക്കൊടുക്കണമെന്ന് ഈ രാജ്യത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പരിഹാരം ഉണ്ടാവുമെന്നാണ് എന്റെ പ്രത്യാശ. വർഗീസ് ചക്കാലക്കൽ, കോഴിക്കോട് ആർച്ച് ബിഷപ്പ് പ്രശ്ന പരിഹാരത്തിനായി മുഖ്യമന്ത്രി ഇടപെടേണ്ടതുണ്ട് എന്ന് കെ.വി. തോമസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പാവപ്പെട്ടവരാണ് മുനമ്പത്തുള്ളവർ. അവർക്ക് ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടുകൂടി അതിന് പരിഹാരം ഉണ്ടാകണം. നമ്മുടെ മുഖ്യമന്ത്രി കുറേ നാളുകളായി ഇത് ഇടപെട്ടു. അംബ്രോസ് പിതാവാണ് അവിടുത്തെ രൂപതയുടെ തലവൻ. അദ്ദേഹവും പലപ്പോഴും മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. സൊല്യൂഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവർ ക്രയവിക്രയ സ്വാതന്ത്ര്യം ഉണ്ടാകും. അതാണ് പിതാവ് പറഞ്ഞ കാര്യം. പിതാവ് പറഞ്ഞ രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം തീർച്ചയായും അവർക്ക് അനുകൂലമായ തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങളുമായി കെ.വി. രാഹുൽ ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് ആണ്. ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, മുനമ്പം വിഷയം നാളുകളായി ഇങ്ങനെ തുടർന്നു പോവുകയാണ്. പ്രശ്നപരിഹാരത്തിന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന പരാതി മുനമ്പം നിവാസികൾക്കും അതുപോലെ ക്രൈസ്തവ സഭയ്ക്കുമുണ്ട്. ഈ മുനമ്പം വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും അധികം സ്വാഗതം ചെയ്തത്, മുന്നിട്ടിറങ്ങിയത് KCBC ആണ്, ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ തന്നെയാണ്. പക്ഷേ ആ നിയമം പാസ്സായി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ പിന്നാലെ വന്ന പ്രതികരണം, അതായത് മുനമ്പം വിഷയം ഈ നിയമ ഭേദഗതിയോടുകൂടി പരിഹരിക്കപ്പെടില്ല എന്ന പ്രതികരണം ഏറെ നിരാശയോടുകൂടിയാണ് അതിനെ സ്വാഗതം ചെയ്ത ക്രൈസ്തവ സഭ കേട്ടിരുന്നത്. കേന്ദ്ര സർക്കാർ വഞ്ചിച്ചു എന്നൊരു വികാരം പൊതുവെ ക്രൈസ്തവ സഭയ്ക്കിടയിൽ ഉണ്ട്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. കെ.വി. തോമസിനെയാണ് ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയതും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ആദ്യം കോഴിക്കോട് ആർച്ച് ബിഷപ്പിനെ കെ.വി. തോമസ് വന്ന് കണ്ടിട്ടുള്ളത്. ഈ പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങുന്ന എല്ലാവരെയും തന്നെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം മാതൃഭൂമി ന്യൂസിനോട് നടത്തിയത്. മുനമ്പത്ത് 600-ലധികം കുടുംബങ്ങളാണ് ഈ ഭൂവിഷയത്തിൽ ഇങ്ങനെ അനാഥം എന്ന വണ്ണം നിൽക്കുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ വേണം എന്ന് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിലും ആവർത്തിച്ച് ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടത്. കെ.വി. തോമസ് മറുപടി നൽകിയത്, ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനുണ്ട്, ആ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മുഖ്യമന്ത്രി കൃത്യമായി തന്നെ ഇടപെടും. ഈ ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധ ഏതായാലും ഈ വിഷയത്തിലുണ്ട്. കമ്മീഷൻ റിപ്പോർട്ടോടുകൂടി വേഗത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നാണ് കെ.വി. തോമസ് മറുപടിയായും നൽകിയത്. ഏതായാലും ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് കാലതാമസം ഉണ്ടാകരുത്, രമ്യമായി തന്നെ പരിഹരിക്കണം. സുപ്രീം കോടതിയിലുള്ള വിഷയമാണെങ്കിൽ തന്നെയും അവിടുത്തെ ജനങ്ങളെ കുടിയിറക്കാതെ അവർക്ക് ഗുണകരമാകുന്ന രീതിയിലെ വിഷയം സർക്കാർ ഇടപെട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് സഭാംഗങ്ങളായ സമരസമിതിക്കാരെല്ലാവരും BJPക്ക് വലിയ നന്ദി അറിയിച്ചുകൊണ്ടൊക്കെ പ്രകടനങ്ങളടക്കം നടത്തിയതാണ്. ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും കെ.വി. തോമസ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയുമായി വന്നത്? ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? അതുതന്നെയാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടുമെന്നാണ് BJP പറഞ്ഞിരുന്നത്. മുനമ്പം നിവാസികളും സഭയിൽ ഉൾപ്പെടുന്ന ആളുകളും പൂർണ്ണമായി അത് വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മുനമ്പത്ത് BJPക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത, സംസ്ഥാന അധ്യക്ഷൻ വന്ന സമയത്ത് മറ്റ് നേതാക്കൾ വന്ന സമയത്ത് ലഭിച്ച സ്വീകാര്യത, കേന്ദ്രമന്ത്രിക്ക് നിയമം പാസ്സാക്കിയതിന് പിന്നാലെ വന്ന കേന്ദ്രമന്ത്രിക്ക് ലഭിച്ച സ്വീകാര്യതയൊക്കെ. പക്ഷേ മുനമ്പത്ത് വന്നതിന് ശേഷം കിരൺ റിജിജു നടത്തിയ പ്രതികരണം, അതായത് മുനമ്പത്തെ വിഷയം നിയമ ഭേദഗതിയോടുകൂടി പരിഹരിക്കപ്പെടും
പരിഹരിക്കപ്പെടുന്നതല്ല, അത് ഇനിയും നീണ്ടുപോകും എന്ന രീതിയിലുള്ള പ്രതികരണമാണ്. അത് വലിയ നിരാശയോടെയാണ് ഈ അവിടുത്തെ ആളുകളായാലും ക്രൈസ്തവ സഭ ഈ ബില്ലിനെ അനുകൂലിക്കുന്ന ആളുകളായാലും കേട്ടത്. ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് UDF ആയാലും പ്രത്യേകിച്ച് കോൺഗ്രസ് ഒക്കെ രംഗത്ത് വരണമെന്ന് KCBC അടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ബില്ല് പിന്നീട് വന്ന മുൻപ് പരിഹരിക്കപ്പെടില്ല എന്ന പ്രതികരണം വന്നതോടുകൂടി വലിയ നിരാശയിലേക്കാണ് ക്രൈസ്തവ വിഭാഗം പോയത്. ഈ സമയത്താണ് മുഖ്യമന്ത്രി കൃത്യമായി തന്നെ ഇടപെട്ട് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി ചർച്ചകൾ നടത്തും എന്ന് തീരുമാനിച്ചത്. KB തോമസിനെ അതിനുവേണ്ടിയാണ് ചുമതലപ്പെടുത്തിയത്. അവരെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുമുണ്ടല്ലോ. അപ്പൊ അതിന്റെ മുന്നോടിയായാണ് ഈ KB തോമസ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് വന്നത് അല്ലേ? അതിന് മുന്നോടിയായി തന്നെയാണ് അനുനയ നീക്കം എന്ന രീതിയിൽ തന്നെയാണ്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്താണ് കൃത്യമായി മുനമ്പത്തെ പ്രശ്നം, സർക്കാർ ഏതൊക്കെ വിധത്തിലാണ് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ഭൂവിഷയം പരിഹരിക്കുന്നതിന് ഒക്കെ തന്നെയുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണെന്നാണ്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണെന്നാണ് KB തോമസ് മുഖാന്തരം ബിഷപ്പുമാർക്ക് മുൻപിൽ സർക്കാർ ഏതായാലും അവതരിപ്പിക്കുന്നത്. കൃത്യമായും സർക്കാരുമായി പിണങ്ങിപ്പോയ സഭാ നേതൃത്വത്തെ, അധ്യക്ഷന്മാരെ ഇണക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് യുദ്ധത്തിൽ ഉള്ള കൂടിക്കാഴ്ചകളിൽ. അതിന് വീണ് കിട്ടിയ ഒരു പഴുതുപോലെ കിരൺ റിജിജു വന്ന മുനമ്പത്തെ വിഷയം ഈ പ്രശ്നങ്ങൾ കൊണ്ട്, ഈ ബില്ലിന്റെ ഭേദഗതി കൊണ്ടൊന്നും പരിഹരിക്കപ്പെടില്ല എന്ന ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നു. തുടർന്ന് ഇതിങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങി ആ ഒരു വിടവിലൂടെ രാഷ്ട്രീയമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് CPM നടത്തുന്നത് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് അവിടെ സമരം ചെയ്യുന്ന ആളുകളാണ്, നാട്ടുകാരാണെങ്കിലും നേരത്തെ ഈ സഭ അധികൃതരൊക്കെ ആണെങ്കിലും അവർ ആവശ്യപ്പെട്ടത് ആ ഭൂവിഷയം പരിഹരിക്കണം. സമരം ചെയ്യുന്ന 600-ലധികം കുടുംബങ്ങളുണ്ട്. അവർക്ക് ഭൂമിയിൽ ക്രയവിക്രയം നടത്തുന്നതിനുള്ള അവകാശം തിരികെ ലഭിക്കണം എന്നുള്ളതാണ്. അതായത് പ്രശ്നം ഏതെങ്കിലും വിധത്തിൽ പരിഹരിക്കുക അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതല്ല. അവർക്ക് ആ ഭൂമി തന്നെ കിട്ടി അതിൽ സർക്കാർ കരം സ്വീകരിക്കേണ്ടതായുണ്ട്. അവർക്ക് ആ ഭൂമി വിനിയോഗിക്കാൻ, ക്രയവിക്രയം ചെയ്യുന്നതിനുള്ള അവകാശം പൂർണ്ണമായും തിരികെ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ആ ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുകയും അത്തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുകയും ചെയ്തതെന്നാണ് KCBC അടക്കം വ്യക്തമാക്കിയതും. പക്ഷേ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി അത് പൂർണ്ണമായും പാളിപ്പോയി. വലിയ അതൃപ്തിയിലേക്ക്, നിരാശയിലേക്ക് തന്നെ അതിനെ അനുകൂലിച്ച ആളുകൾ വന്നു എന്നുള്ളതാണ്. ഏതായാലും പിന്നീട് ഉരുത്തിരിഞ്ഞു വന്ന ആ രാഷ്ട്രീയ സാഹചര്യം കൂടി പരമാവധി പ്രയോജനപ്പെടുത്തുക, പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു.